നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും നിത്യമായി പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, ഒരു നല്ല ദിവസത്തിന്റെ ഈ വൈകിയ വേളയിലും സഭയായി ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ലഭിക്കുന്ന സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ കർത്താവിലേക്ക് നോക്കുവാൻ ലഭിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം കാണുവാനും തിരുസാന്നിധ്യം അനുഭവിപ്പാനും ദൈവകൃപയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും തിരുവചന ധ്യാനവുമെല്ലാം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിനും ഒക്കെ ഏറെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. വിവിധ ഭാഗങ്ങൾക്ക് നേർന്നു നൽകുന്നവരെ ഓർക്കുന്നു. ദൈവകൃപയാൽ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അവിടുത്തെ ധാരാളമായ ദൈവകൃപ ഞങ്ങളിലേക്ക് ഈ സമയം പകർന്നാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും സ്വർഗം ശ്രദ്ധയോടെ കേട്ട് മറുപടി നൽകുന്ന കൃപയ്ക്കായ സ്തോത്രം സകലവും ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കറണ്ട് പോയി, അതാണ്. എങ്കിലും ഇന്നീ ദിവസം ഇപ്രകാരം നമുക്ക് ഒരു കൂടിവരവ് സാധ്യമായതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ക്രമീകരണത്തെ നമ്മുടെ ഏവരുടെയും ഓർമ്മയിലേക്ക് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രാരംഭ ഗാനം ആലപിക്കുന്നത് വി ഡി സോമൻ അങ്കിളും ഫാമിലിയും ചേർന്നാണ്. അതിനുശേഷം സങ്കീർത്തന വായന, അത് പ്രസാദ് അങ്കിളുടെ ഫാമിലി അതിന് നേതൃത്വം കൊടുക്കും. ആ കുടുംബം നമ്മെ അതിനുശേഷം പാട്ടിൽ നേതൃത്വം നൽകി നമ്മെ മുന്നോട്ട് നയിച്ചതിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നാം സമയം വേർതിരിക്കും. അതിന് പ്രമീള ആൻറ്റി നേതൃത്വം നൽകുന്നതാണ്. അതിനുശേഷം പ്രിയ അലക്സ് ആൻഡ് ഫാമിലി ഒരു പാട്ടിന് നേതൃത്വം കൊടുക്കുകയും അതിനുശേഷം ഹാരി ഹെർബർട്ട് സാർ ദൈവവചന ധ്യാനത്തിന് നമുക്കായിട്ട് ഇന്ന് ഒരുക്കത്തോടെ ആയിരിക്കുന്നു. സാറിന്റെ നല്ല മെസ്സേജ് നമുക്ക് ലഭിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും തുടർന്ന് നമ്മുടെ ചിന്തകളൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും പരിചയപ്പെടുവാനും നമുക്ക് സാവകാശമുണ്ട്. ഇപ്പോൾ പാട്ട് പാടുന്നതിനായി വി ഡി സോമനങ്കിൾ ആൻഡ് ഫാമിലിയെ ക്ഷണിക്കുന്നു. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും വളർത്തിടുന്നവൻ. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും വളർത്തിടുന്നവൻ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. നായകനവൻ നമുക്കു മുമ്പിലായി കൽവഴികളെ നിരത്തിടുന്നവൻ. നായകനവൻ നമുക്കു മുമ്പിലായി കൽവഴികളെ നിരത്തിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും സ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും സ്നേഹത്തെ. എത്ര
നല്ലവൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിടുന്നവൻ പ്രിയരെ വരോ പ്രതികൂലമാകുമ്പോൾ ആരിലേറിടും പ്രയാസവേളയിൽ പ്രിയരെ വരോ പ്രതികൂലമാകുമ്പോൾ ആരിലേറിടും പ്രയാസവേളയിൽ പൊന്നുകം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ പൊന്നുകം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ എത്ര നല്ലവൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിടുന്നവൻ. അടുത്തായിട്ട് സങ്കീർത്തന പാടുന്നതിനായിട്ട് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ 3. സങ്കീർത്തനം 3. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ആമേൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും ഹൃദയം. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ
ഞങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ ഞാൻ പ്രിയനേ. മധ്യസ്ഥ പ്രാർത്ഥന പ്രമിള ആന്റിയെ ക്ഷണിക്കുകയാണ്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഇന്ന് സഭ നേരിടുന്ന പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യേ, എല്ലാ മക്കൾ അനുഭവിക്കുന്ന ഭാരങ്ങളുടെയും കഷ്ടങ്ങളുടെയും മധ്യേ നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. സഭാധ്യക്ഷനായിരിക്കുന്ന തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി, ഉപദേശിമാർക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന ജോസ് കെ മാത്യുവിനുമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിൽ രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന മാത്യൂസിന്റെ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കൊറോണ വൈറസിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ തരുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ആരോഗ്യ പ്രവർത്തകർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്സിജൻ ക്ഷാമം വന്ന് അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ പുതിയൊരു മാറ്റം തരുവാൻ എല്ലാവർക്കും ദൈവത്തോട് അപേക്ഷിക്കാം. മനോഭാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് വിഷമമായാലും ആശ്വസിപ്പിക്കുന്ന കർത്താവ് വേഗത്തിൽ ആശ്വസിപ്പിക്കാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. സമാധാനം തരുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കാം. സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഴക്കാലത്ത് വളരെയധികം പേർ കഷ്ടപ്പെടുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി നമുക്ക് കേണപേക്ഷിക്കാം. വിദ്യാഭ്യാസ മേഖലയെ പരിപൂർണമായി ബാധിച്ചിരിക്കുന്ന ഈ സമയം പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയെ ഒരു മാറ്റം തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. വിദേശത്ത് ജോലിക്കായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് സൗഖ്യം തരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ എല്ലാ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് അല്പസമയം ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് ഒന്നിച്ച് ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ
രക്ഷകനാ. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്നു കർത്താവെ, സ്തുതിക്കുന്നു യേശുവേ. അങ്ങയുടെ മഹാകരുണയുള്ള പിതാവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഇതാ ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ വന്നിച്ചു കൂടിയിരിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ മഹാകരുണയുള്ള പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയപ്പെടാത്ത ഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന യേശുവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. യേശുവേ അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തിരുസേത്തുമാറാകട്ടെ. എല്ലാ സഭ കർത്താവെ അധ്യക്ഷനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബിഷപ്പ് പെൻ തിരുമേനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് തൻ്റെ കുടുംബത്തെ കാക്കണമേ, സഭയുടെ നേതൃത്വം വഹിക്കുവാനും. ദൈവമേ കർത്താവ്, ഈ സമയം ദൈവം ആയിരിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവം ഭംഗിയോടെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധകൾ തൊടാതെ വണ്ണം കർത്താവെ തൻ്റെ മകനെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എല്ലാ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. സഭ അധ്യക്ഷനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭാ ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, എല്ലാ അച്ഛന്മാർക്കും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പാ, ഞങ്ങളുടെ കർത്താവ് സഭയിൽ വരാൻ കഴിയാതെ എല്ലാ ഭവനങ്ങളിലായിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, നിന്റെ കൃപ എല്ലാ ഭവനങ്ങളിലും വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എവിടെല്ലാം ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ എല്ലാ സഭകളെ ഓർത്ത് എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ വിളിക്കുന്ന വിളി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കൃപയോടെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നിന്റെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ജോസ് കെ മാത്യുവിനും കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷനായി വന്ന് കർത്താവ് തൻ്റെ മകനെ കർത്താവ് ചേർത്ത് വച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സഭയുടെ എല്ലാ നേതൃത്വവും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്കും ദൈവമേ നിന്റെ മകന് ശക്തിയും ബലവും അങ്ങയുടെ ആത്മാവും പരിശുദ്ധാത്മാവിൽ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയിൽ വരുവാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികളെയായി ഏൽപ്പിക്കുന്നു കർത്താവേ. എല്ലാവരെയും ദൈവം തൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന തൻ്റെ മക്കളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയിലെ കർത്താവേ, ഞങ്ങളുടെ സഭയിലെ മാത്യൂസിൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയ മക്കളെ കുടുംബമായി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യൂസിന് സൗഖ്യം തരണമേ. ജീവന്റെ ശ്വാസം ഊതി ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ തൻ്റെ മകനെ കർത്താവേ ആയിരിക്കാൻ സഹായിക്കണമേ. വിനീതയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കി കൊടുക്കണമേ. ദൈവത്തിൻ്റെ ആലയത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ കാത്തുകൊള്ളണമേ. 2 കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. പൂർണ്ണാരോഗ്യത്തോടുകൂടി തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സഹായിക്കണമേ. എല്ലാ അവസ്ഥകളെയും നീക്കി തൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണാരോഗ്യത്തോടെ ദൈവം കാത്തുകൊള്ളണമേ. അവിടുത്തെ സമാധാനം തൻ്റെ കുടുംബത്തിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളിച്ചത് കർത്താവ്. അങ്ങയുടെ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും രോഗാവസ്ഥയിൽ കൂടെ ഭാരത്തിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ അവരെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം അവരെ നീട്ടി സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും രോഗാവസ്ഥയിൽ കൂടെ കടക്കുവാൻ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം അവരുടെ മേൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം അവരുടെ മേൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തിന് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കൊറോണ വൈറസിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ കൊറോണ എന്ന വൈറസ് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത ഈ വൈറസ് കർത്താവിൻ്റെ അഗ്നിജ്വാലയ്ക്കെത്ത കണ്ണുകളോട് നോക്കിയിരിക്കുന്നല്ലോ ദൈവമേ. ഈ വൈറസ് കർത്താവെ ആരോ വിഴുങ്ങേണ്ടെന്ന് ഓടി നടക്കുന്നു കർത്താവേ. കർത്താവേ, അവനെ കർത്താവേ ഈ വൈറസിനെ നശിപ്പിച്ച് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദേശത്തോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ വൈറസ് തൊടുവാൻ ആരെയും കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ എല്ലാ മക്കളെ സൗഖ്യമാക്കുന്ന കരം നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ മേൽ നീ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗബാധയെ ഭൂമിയിൽ നിന്ന് നീക്കി തരണമേ. ഞങ്ങളുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് നീക്കി തരണമേ. കേരളത്തിന്റെ എല്ലാ ജില്ലകളെയും ബാധിച്ചിരിക്കുന്ന, ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഈ രണ്ടാം തരംഗമാകുന്ന ഈ ജനിതക മാറ്റം വന്ന വൈറസിനോട് അങ്ങയുടെ പോരാടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവനെ മാറ്റിത്തരണം കർത്താവേ. കൊടുങ്കാറ്റിനെ മാറ്റിത്തന്ന ദൈവം, ഓടിച്ചു കളഞ്ഞ ദൈവം, ഈ വൈറസിനെ നീക്കി ഭൂമിക്ക് സമാധാനം തരണമേ. ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് സഭയിൽ വന്ന് ആരാധിപ്പാനും സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവമേ നിന്നെ സ്തുതിപ്പാനും ദൈവമേ എല്ലാവരെയും നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, അതിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രയോ ഡോക്ടർമാർ രോഗികൾ ആയി പോകുന്നു, നേഴ്സുമാർ, പാരാമെഡിക്കൽസ്, എല്ലാവരും ദൈവമേ നീ അവരെ കാത്തുകൾ പരിപാലിക്കണം. അവർക്ക് ആരോഗ്യം കൊടുക്കണേ കർത്താവേ. രോഗികൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടർമാർ നീ ഓർക്കണേ കർത്താവേ. ഇവരാരെയും രോഗബാധകൾ തൊടാതെ വണ്ണം കാത്തുകൊള്ളണമേ. പോലീസുകാർ, എത്രയോ പോലീസുകാർക്ക് രോഗബാധ വന്നിരിക്കുന്നു കർത്താവേ. എത്രയോ കർത്താവേ ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റു അനേകർക്ക് വന്നിരിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ നീ സൗഖ്യമാക്കണമേ. ആർക്കൊരായുസ് നഷ്ടമാകുവാൻ നീ അനുവദിക്കരുതേ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സൗഖ്യമാക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദിനം പ്രതി അനേകം മരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ യേശുവേ മനസ്സലിയണ യേശുവേ, പൂർണ്ണ സൗഖ്യം തരണ യേശുവേ. ഭൂമിക്ക് സൗഖ്യം, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം യേശുവേ. ഞങ്ങളുടെ പാപക്കറകളെ കഴുകണം കർത്താവേ. നീ ഞങ്ങളെ കാണുന്നുവല്ലോ, ഞങ്ങളുടെ അന്തരങ്ങളെ കാണുന്ന ദൈവം. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും നീക്കി ഭൂമിക്ക് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം തരണമേ. ഞങ്ങളുടെ സഭകളെ നീ ഞങ്ങളെ ശക്തിപ്പെട്ട് ആരാധിപ്പാനുള്ള ഉണർവിൻ്റെ കാറ്റിലയച്ച് ഞങ്ങൾക്ക് ഒന്നിച്ചു വരുവാൻ നീ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ സഭകൾക്കും ഞങ്ങളുടെ സഭയിലെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കേരളത്തിനും മുഴുവനായി, ഇന്ത്യക്ക് മുഴുവനായി ജീവന്റെ ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ച് കണ്ണുനീർ തൂകുമ്പോൾ, കരയുമ്പോൾ നിൽക്കുന്ന ദൈവം, കണ്ണുനീർ തുടച്ചു തരുന്ന എൻ്റെ യേശുവപ്പാ, അവയെല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളൊന്നും കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവമേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. എത്രയോ പേർ വേർപെട്ട് ഈ ലോകം വിട്ട് കടന്നുപോയി കർത്താവേ. എത്രയോ പേർ രോഗികളായി തീർന്നിരിക്കുന്നു കർത്താവേ. ഭൂമിയെങ്ങും നിലവിളിയും മുറിയും വിളിക്കുമ്പോൾ കർത്താവേ നിന്റെ സമാധാനം വരണമേ, സൗഖ്യം വരണമേ. മനുഷ്യരിലേക്ക് നിന്റെ ആശ്വാസം എത്തണമേ. വേർപാടിനെ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം അങ്ങല്ലാതെ ആർക്കും കൊടുക്കുവാൻ കഴിയില്ല അപ്പാ. സ്വർഗീയ ആശ്വാസം അവരുടെ പ്രിയപ്പെട്ടവരുടെ മേൽ വസിക്കണമേ. അവരെ കർത്താവ് പറഞ്ഞാൽ നിന്റെ ഒരു നാളും അനാഥരായി വിടില്ല നല്ലിച്ചത് കർത്താവേ. അങ്ങ് ആശ്വാസമായി നല്ല പ്രിയപ്പെട്ടവർക്ക് എത്തി അവരാശ്വസിപ്പിക്കുന്ന കരം ചേർത്ത് കൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന്, ഞങ്ങളുടെ ദേശത്ത് നിന്ന് കർത്താവേ മരണത്തെ നീക്കി തരണമേ. കാൽവരി ക്രൂശിൽ യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതോടുകൂടി മരണത്തെ ജയിച്ച കർത്താവേ, എല്ലാവരുടെ മേലും അനുഗ്രഹിക്കണേ, ജീവനെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓക്സിജൻ ക്ഷാമത്താൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഓക്സിജൻ കിട്ടാതെ, വെന്റിലേറ്റർ കിട്ടാതെ വണ്ണം, ബെഡ് കിട്ടാതെ വണ്ണം കഷ്ടപ്പെടുന്ന എത്രയോ പേര് കർത്താവേ. രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവർ, ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുന്നവരെ എൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനസ്സലിയണം കർത്താവേ, കൃപ തോന്നണം കർത്താവേ. അങ്ങ് ജീവന്റെ ശ്വാസം ഊതി എല്ലാവരുടെയും ശ്വാസകോശങ്ങളെ ജീവനുള്ളതാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം എല്ലാ മക്കളും സ്വീകരിക്കുന്നു കർത്താവേ. മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അതേ കർത്താവേ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ജീവനെ നൽകി ശക്തി
ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കൂടായിരിക്കുന്ന മക്കൾക്ക് ശക്തിപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമേ. രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ വിടുതലും ആശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനോഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ. ഏത് വിഷമഘട്ടത്തിലായാലും ഏത് മനോഭാരമായാലും ആ വ്യക്തികളുടെ ഉള്ളിലേക്ക് എൻ്റെ ദൈവം കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തികളിലേക്ക് ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാം ദൂരദേശത്തും കർത്താവ് പാർക്കുമ്പോൾ കർത്താവേ, എൻ്റെ ദൈവമേ, മാതാപിതാക്കൾ എല്ലാം ഒറ്റയ്ക്കായിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് കർത്താവേ. അവർ ഒറ്റപ്പെട്ടു പോകുന്ന എത്രയോ ഭവനങ്ങൾ കർത്താവേ, അവരെ കാണണമേ. ഓ, പ്രായാധിക്യത്താലും വാർദ്ധക്യത്താലും കഷ്ടപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒറ്റപ്പെട്ടു പോയ എത്രയോ ഭവനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട് കർത്താവേ. അവരുടെ ഭാരങ്ങളെ കേൾക്കണമേ. ഏകരായി പോയി എന്നുള്ള ആ ഭാരം നീക്കി, ഓ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം അവർക്ക് എല്ലാവരും കേൾക്കുവാൻ സഹായിക്കണമേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഞാൻ ഏതവസ്ഥയിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സഹായമായി കൂടെ ഇരിക്കുന്നത് എൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ അകപ്പെട്ടു പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ശരീരങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, ഈ സമയം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേർ കർത്താവേ, ജോലി ചെയ്യുന്ന കൽപ്പണിക്കാർ, അങ്ങനെ എത്രയോ മനുഷ്യർ കർത്താവേ, അവരുടെ ജോലിയില്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന കർത്താവേ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന കർത്താവേ, അവർക്ക് സ്വർഗീയ മന്ന കൊടുക്കണമേ. കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ധനം തരികയില്ലയോ എന്ന് ചോദിച്ച കർത്താവ് തൻ്റെ മക്കൾക്ക് ധനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും വരാതെ വണ്ണം നീ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിയെന്ന് എല്ലാവർക്കും പറയുവാൻ തക്കവണ്ണം ദൈവം അതിശയവും അത്ഭുതവും മന്ന കൊടുത്തും പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദ്യാഭ്യാസ മേഖലയെ പരിപൂർണമായി ആക്രമിച്ചിരിക്കുന്ന ഈ കർത്താവേ, കൊറോണ എന്ന വൈറസ്, എത്രയോ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ കർത്താവേ, അവരുടെ നല്ല വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവരുടെ ഭവനത്തിലായിരിക്കുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ ദൈവമേ, നീ അങ്ങൊന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായ സ്കൂൾ ജീവിതങ്ങളെല്ലാം കർത്താവിന്റെ ഭവനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയെ പൂർണ്ണമായി നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പൂർണ്ണ ആശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥകളെല്ലാം നീങ്ങി സ്വർഗീയ സന്തോഷം പ്രാപിച്ചവരായി പുറത്തേക്ക് സ്വാതന്ത്ര്യത്തോടെ പോകുവാൻ, എൻ്റെ ദൈവമേ, സ്കൂളുകളിൽ തുറക്കുവാൻ, എല്ലാ വൈറസിനെയും കത്തിച്ച് കളഞ്ഞ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകുവാൻ ദൈവമേ, നിന്റെ സമാധാനം സൗഖ്യം എത്തണമേ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ, ഒരു വാക്ക് മതി. ഈ കൊറോണ എന്ന വൈറസ് എന്നേക്കുമായി കരിഞ്ഞു പോകും, കത്തിപ്പോകും, അത് നശിച്ചു പോകും, അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോകും, അത് ഇല്ലാതായി തീരും കർത്താവേ. ഈ ശത്രുവിനെ അങ്ങ് കീഴ്പ്പെടുത്തി കളയണമേ. ഈ ശത്രുവിനെ അങ്ങ് നശിപ്പിച്ച് കളയണമേ. മനുഷ്യർക്ക് കർത്താവ് ഹാനികരമായി തീർന്ന ഈ വൈറസിനെ നീക്കി വിദ്യാഭ്യാസ മേഖലയെ ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കും. വിദ്യാഭ്യാസ മേഖലയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശത്തേക്ക് ജോലിക്കായും കുടുംബമായും പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരദേശത്തും ചാരത്തും പാർക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം സുരക്ഷിതമായി ഇരിക്കുവാനും ദൈവമേ, സമാധാനത്തോടെ ഇരിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രായമായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യൗവനകാരായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തക്കതായ തുണകളെ തരുവാനും യൗവനകാലത്ത് കർത്താവേ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം തരുവാനും അവരുടെ ജീവിതത്തിൻ്റെ നല്ല അനുഗ്രഹമായ ഒരു കാലഘട്ടം ദൈവം സമ്പൂർണ്ണ സന്തോഷം കൊടുക്കുവാനും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം തരണമേ. ഞങ്ങളുടെ കേരളത്തിന് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ഓരോ കേരളത്തിലെ എല്ലാ ജില്ലകളൊക്കെ നീ സൗഖ്യമാക്കണമേ. ഒരു മനുഷ്യർ പോലും കർത്താവേ ആപത്ത് വരാനോ അനർത്ഥം വരുവാനോ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാവരെയും നീ കാക്കണമേ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം തരണമേ. ഈ ബാധ ഒഴിഞ്ഞു പോയി തൻ്റെ മക്കളെല്ലാം സന്തോഷത്തോടു കൂടി തിരുവാലയത്തിലെത്തുവാനും ദൈവസന്നിധി എന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
അടുത്തായി നമുക്ക് ഒരു ഗാനം ത്തിന് ശേഷം ദൈവവചന ധ്യാനത്തിനായിട്ട് സമയം വിനിയോഗിക്കാം. ഇപ്പോൾ ഒരു ഗാനം നമുക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ.
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മകളുടെ ദൈവവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സഭാംഗമായിരിക്കുന്ന ഡോക്ടർ ഹാരി ഹെർബർട്ട് സാറാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും അനുഗ്രഹീതമായ നല്ല വചനം സാറ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാറിനെ ക്ഷണിക്കും. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ എത്രയും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ മക്കളാവുന്ന ഞങ്ങൾ ഈ സന്ധ്യയെങ്കിൽ ഒരുമിച്ച് കൂട്ടിച്ചേർത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ വിവിധ ഭവനങ്ങളിലായിരുന്നാലും അവിടുത്തെ തൃപ്പാദത്തെങ്കിലാണ് ഞങ്ങൾ ഇരിക്കുന്നുള്ള സുബോധം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിന്റെ പാദത്തെങ്കിൽ ഇരുന്ന് തിരുവചനം പഠിക്കുവാൻ നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്നത്തെ വൈകുന്നേരത്തെ ഈ അല്പസമയ ധ്യാനത്തിനായിട്ട് എനിക്ക് ഈ അവസരം ദൈവം നൽകി ഒരുക്കി തന്നിരിക്കുന്ന ദൈവത്തിനായിട്ട് നന്ദി സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരം എനിക്ക് നൽകിയ ബഹുമാനപ്പെട്ട ജോസ് കെ മാത്യു സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നെയ്ബറുമായിട്ട് ഒന്ന് സംസാരിക്കാനിടയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലാണ്. ഞങ്ങൾ ഫോണിലൂടെയായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊറോണ ബാധിച്ച് ട്രീറ്റ്മെന്റിലായിരുന്നു. അദ്ദേഹവും ക്വാറന്റൈനിലായിരുന്നു. ചെറുപ്പക്കാരാണ്, ഹസ്ബൻഡും വൈഫും മാത്രമേ. അപ്പോൾ അവര് ക്വാറന്റൈനിൽ ഞങ്ങൾ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഈ മഴക്കാലം ജസ്റ്റ് ഒന്ന് മാറിയപ്പോൾ അദ്ദേഹം മുറ്റത്ത് വരികയും അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തു. എല്ലാ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ വൈഫിനാണെങ്കിൽ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. അദ്ദേഹം സിനി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിട്ട് ഈ ലോക്ക്ഡൌണും ഈ അവരുടെ അസുഖവും ക്വാറന്റൈനും എല്ലാം കാരണം 2 മാസമായിട്ട് അവരെല്ലാം ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുന്നതുകൊണ്ട് ജോലിക്ക് പോകാനും സാധിക്കാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതേപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. വിഷയം മാറ്റുവാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം നല്ല മഴയായിരുന്നല്ലോ. അതുകൊണ്ട് ആ മഴക്കാലം കഴിഞ്ഞതിൻ്റെ തൊട്ട് ഉള്ള അടുത്ത ദിവസം ആയതുകൊണ്ടാണ് ഞാൻ പറയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് രാത്രിയിലും നല്ല മഴയുണ്ട്, ഉറങ്ങാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്കിളെ, ശരിക്കും പറഞ്ഞാൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല. രാത്രി 1 മണിയെല്ലാം കഴിഞ്ഞാണ് കിടക്കുന്നെങ്കിൽ പോലും രാവിലെ 3 മണി 3:30-4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ജനൽ കൂടി നോക്കി ഈ മഴയെ നോക്കി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ കാരണം എന്ന് ചോദിച്ചോ പറയായിരുന്നു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയും ഇതെല്ലാം കാരണം ഈ ഉള്ള മാനസിക പ്രശ്നവും തന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം അതിന്റെ പുറകിലുണ്ടെന്നുള്ള ചിന്ത എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയും, എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, നമ്മളുടെ കയ്യിലല്ലല്ലോ ഒന്നും എന്ന് പറയുകയും തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മളുടെ സെന്റ് സ്റ്റീഫൻസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുന്ന ഒരു ചെറിയ മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തത് കേൾക്ക്, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. ഈ സംഭവം ഞാൻ ഇവിടെ നിന്നപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര ടെൻഷനും സ്ട്രെസ്സുമാണ്. എസ്പെഷ്യലി ദി യങ് മെൻ ആൻഡ് വിമൻ ആർ അണ്ടർഗോയിങ് ടെറിഫിക് മെന്റൽ സ്ട്രെസ്. ദേ ആർ റിയലി വറീഡ് അബൌട്ട് ദെയർ ഫ്യൂച്ചർ. അവരുടെ ഭാവിയെ പറ്റി ചെറുപ്പക്കാരായ എല്ലാവർക്കും തന്നെ വളരെയധികം മാനസിക പ്രശ്നമുണ്ട്, ഭയമുണ്ട്. അത് മാത്രമല്ല, ഇന്ന് മരണഭീതി ഇന്ന് അവരെ പിടിച്ചിരിക്കുകയാണ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കൊറോണ, നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിലും മറ്റെല്ലാ വിഷയങ്ങളിലും മെയിനായിട്ട് അത് തന്നെയായിരുന്നല്ലോ
പ്രശ്നം, ഈ സെക്കൻഡ് വേവ് ഓഫ് കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരെയാണ്. ആ ചെറുപ്പക്കാരിൽ ഒത്തിരി പേര് മരിച്ചു പോവുകയും രോഗികളായിട്ട് ആശുപത്രിയിൽ കഴിയുകയൊക്കെ ചെയ്യുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ന്യൂസ് ഇതിങ്ങനെയായിരുന്നു. അതായത് കർണാടകയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മരിച്ചവരുടെ കണക്കെടുത്തപ്പോൾ അതിൽ 56%, 56% ഓഫ് ദ പീപ്പിൾ ഹു ഡൈഡ് ഓഫ് കൊറോണ വേർ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 20 to 49. 20 വയസ്സിനും 49 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ചെറുപ്പക്കാർ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഏർണിംഗ് മെമ്പേഴ്സ് ഇൻ ദ പ്രൈം ഓഫ് ദിയർ ലൈഫ് ആണ് കഴിഞ്ഞ 2 മാസങ്ങളിൽ കർണാടകയിൽ മാത്രം മരിച്ചതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ സ്ഥിതി അവർ പറയുന്നത്, അവിടെ കർണാടകയിൽ തന്നെയുള്ള ഈ സ്റ്റഡി പറയുന്നത് ICU ബെഡ്സിൽ കിടക്കുന്ന 30% പേരും ചെറുപ്പക്കാരാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുടെയിലും മറ്റെല്ലാവരുടെയിലും ഇന്ന് ഇതൊരു മരണഭീതി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇന്നത്തെ ചിന്താവിഷയം ഞാൻ നമുക്ക് പങ്കിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഒരു മരണഭീതിയിലൂടെ കടന്നുപോയ, തൻ്റെ ജീവന് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാതെ ഭയന്ന് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നാണ് നമുക്കൊന്ന് അല്പം പഠിക്കാമെന്ന് വരും. അത് മറ്റാരുമല്ല, രാജാവായ ദാവീദ് തന്നെ. അതുകൊണ്ട് 3-ാം സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ തന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദാവീദ് തന്റെ മകനായ അബ്ശലോമിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അപ്പോൾ ദാവീദ് ഒരു മരണഭീതിയിലായിട്ട് തന്റെ മകന്റെ ശത്രു അതിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം അനുഭവിച്ച കഷ്ടങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകം 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം വളരെയധികം പ്രയാസങ്ങളോടെ കടന്നുപോയി. പലപ്പോഴും രാത്രി കാലങ്ങളിൽ എല്ലാം തന്നെ അവര് അല്ലെങ്കിൽ ഒളിച്ചിരുന്നത് മലകളുടെ ഇടുക്കുകളിലും ഗുഹകളിലും കാടുകളിലും ഒക്കെ ഒളിച്ച് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ജീവന് എന്തും സംഭവിക്കാം എന്നൊരു ഭീതി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അത് സ്വന്തം മകനിൽ നിന്നുള്ള വധഭീഷണി, കൂടെ നിന്നിരുന്ന വിശ്വാസരായവരുടെ ചതി, എല്ലാറ്റിലും ഉപരിയായി ഷിമയി എന്ന പോലെയുള്ള വ്യക്തികളിൽ നിന്നുള്ള കല്ലേറും അവരുടെ ശാപവാക്കുകളും എല്ലാം കേട്ട് വളരെയധികം മനം നൊന്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയവർ ചെന്ന് ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നതായിട്ട്, അത് ക്ഷീണിച്ചിരുന്നായി പോയതായിട്ടും വിശ്രമിക്കുന്നതായിട്ടും നമ്മൾ 2 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു. അപ്പോൾ ഈ പ്രതിസന്ധികൾ നടുവിൽ അവർ നടന്നുപോയി ഒരു സ്ഥലത്ത് പോയി വിശ്രമിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ആ സമയത്ത് എഴുതിയതാകാം അല്ലെങ്കിൽ പാടിയൊരു പ്രാർത്ഥനയാകാം ഈ സങ്കീർത്തനമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഈ സങ്കീർത്തനം നമ്മൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഇതിനെ 2ആയിട്ട് വിഭാഗിക്കുകയാണ്. ആ 8 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം, ആദ്യത്തെ 4 വാക്യങ്ങൾ ഒരു ഭാഗം പാർട്ട് 1-ഉം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ പാർട്ട് 2ആയിട്ടുമായിട്ട് നമ്മൾ പഠിക്കാമെന്ന് വിചാരിക്കും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ: യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാവുന്നു. അവന്റെ ദൈവത്തിൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവനും ആകുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശ്വപർവ്വതത്തിൽ നിന്ന് ഉത്തരമറിയുകയും ചെയ്യുന്നു. ഇത് ഏകദേശം ഈ പ്രാർത്ഥന ഞാൻ എൻ്റെ ഭാവനയിൽ ഞാൻ കാണുന്നത്, ഈ അവരും ദാവീദും അദ്ദേഹത്തെ കൂടെയുള്ളവരും ഇതുപോലെ പോയി ക്ഷീണിച്ച് ഒരു സന്ധ്യയെങ്കിൽ ഒരു സ്ഥലത്തിൽ ഒരു ഗുഹയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നായിരിക്കണം. രാജാവ് ദാവീദ് ഗുഹാമുഖത്തിരുന്ന് രാത്രിയിൽ ഉറക്കം കിട്ടാതെ ആകാശത്തേക്ക് നോക്കി തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ 4 വാക്യങ്ങൾ. ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ പ്രാർത്ഥിച്ച് അദ്ദേഹം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ വന്ന വാക്ക് അദ്ദേഹത്തിന് ഒരു ധൈര്യം നൽകുന്നു. അത് മറ്റൊന്നുമല്ല, അത് 3-ാമത്തെ വാക്യം: നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവനും ആകുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഓ ലോർഡ്, യു ആർ ദ ഷീൽഡ് ഫോർ മീ. ആ ഒരു വാക്ക് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ, ദൈവം എനിക്ക് പരിചയമായിട്ടുണ്ട്, ദൈവം എന്റെ ഷീൽഡായിട്ട് എനിക്ക് ചുറ്റുമുണ്ട്
എന്നുള്ള ആ പ്രാർത്ഥനയുടെ ആ വാക്കിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വേണ്ട ധൈര്യം ലഭിക്കുകയും അദ്ദേഹവും കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിൽ കാണാം. ഇതാണ് എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ കാണുന്നൊരു ചിത്രം. ആദ്യത്തെ 4 വാക്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥന രൂപേണെ പറഞ്ഞ് തൻ്റെ മനസ്സിലെ പ്രയാസങ്ങൾ ദൈവത്തെ വിളിച്ചറിയിച്ചപ്പോൾ ലഭിച്ച ആ ദൈവം യഹോവ എനിക്ക് കോട്ടയായിട്ടുണ്ടെന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹം നൽകിയ വിശ്വാസത്തിൽ അദ്ദേഹം കിടന്നുറങ്ങി. കിടന്നുറങ്ങി രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഉന്മേഷവും ഒരു ഉണർവും ഒരു ഉത്തേജനവും ഒരു ധൈര്യവും ഒരു പ്രത്യാശയും അദ്ദേഹത്തെ കൊണ്ട് ബാക്കി 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പാടിച്ചതായിട്ടും അല്ലെങ്കിൽ എഴുതിച്ചതായിട്ടും ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു വാക്കുകളാണ്. ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. നമുക്ക് ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പറയാൻ പറ്റിയ നല്ലൊരു പ്രാർത്ഥനയാണത്. ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നിരിക്കുന്നു. ഈ ഒരു ധൈര്യം അദ്ദേഹത്തിന് ആ പുതു ദിവസത്തിന്റെ ധൈര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അടുത്ത വാക്യത്തിൽ 6-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഇനി 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് പറയുന്നത്. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം 8-ാം വാക്യത്തിൽ പറയുന്നത് രക്ഷ യഹോവയ്ക്കുള്ളതാവുന്നു. രക്ഷ യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ തൻ്റെ സകല പ്രശ്നങ്ങളുടെയും തൻ്റെ ഈ ഉറക്കമില്ലായ്മയ്ക്കും ആ മനപ്രയാസം എല്ലാം താൻ തൻ്റെ ദൈവത്തിൽ അർപ്പിച്ചപ്പോൾ അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണും. ആ ഒരു പുതിയ ഉന്മേഷവും പുതിയ ഉണർവും അദ്ദേഹത്തിന് ലഭിച്ചതായിട്ട് നമ്മൾ കാണും. തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 5-8 വാക്യങ്ങൾ അദ്ദേഹത്തിന് തുടർന്നുള്ള ആ പ്രാർത്ഥന അല്ലെങ്കിൽ നന്ദി സ്തോത്ര ഗീതമായിട്ട് ഒരു ധൈര്യമായിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഈ 3-ാം സങ്കീർത്തനം തൊട്ട് പിന്നാലെ വരുന്ന 4-ാം സങ്കീർത്തനവും എൻ്റെ ഭാവനയിൽ ഞാൻ കരുതുന്നത് അദ്ദേഹം അതിനെ തുടർന്ന് പിന്നീട് അതിനോട് ചേർന്ന് ആ യാത്രയിൽ തന്നീട് എഴുതിയതായിരിക്കാം. കാരണം അതിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ ദൈവത്തെ, തന്റെ പുകഴ്ചയായ ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേട്ട ഉത്തരം അറിയാൻ അതിനെ പറ്റിയല്ല അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയും 8-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ആ ഒരു ധൈര്യം, ആ ഒരു പ്രത്യാശ ദാവീദിന് ലഭിക്കുന്നത് തന്റെ ദൈവത്തിൽ നിന്നാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ കർത്താവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഇന്ന് പ്രത്യേകം പറയാനുള്ളത്, നമ്മളുടെ ഉറക്കം കെടുത്തുന്ന പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. നമ്മൾ പ്രാർത്ഥനയിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയിലെല്ലാം കേട്ടതുപോലെയും അല്ല തന്നെയും പല പല പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകാം, നമ്മളുടെ അടുത്ത് ഇല്ലാതെ വിദൂര സ്ഥലത്തുകളിൽ ദേശങ്ങളിൽ പാർക്കുന്ന മക്കളുടെ ഈ സുരക്ഷിതാവസ്ഥയാകാം. കാര്യം ഇന്ത്യ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ രോഗം കർത്താവെ അവരെ ബാധിക്കരുത് എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഇടയിലുണ്ടാകും. അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു ചിന്താകുലം നമ്മൾക്കുണ്ടാകാം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടാകും. സാമ്പത്തിക ഞെരുക്കങ്ങൾ നമുക്കുണ്ടാകാം. നമ്മളുടെ ശാരീരികമായ രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാകും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ, നമ്മുടെ ഉറക്കം കെടുത്തുന്ന പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം. എന്നാൽ നമ്മുടെ പരിചയം, നമ്മുടെ കോട്ടയമായിരിക്കുന്ന ദൈവത്തിൽ നമ്മളെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട, ഉറക്കളക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിന്റെ വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോടോ നിന്റെ ആയുസിനോടോ ഒരു മുഴം കൂട്ടുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ കഴിവുള്ള നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം വേണ്ടത് നമുക്ക് ചെയ്യും എന്നുള്ള പ്രത്യാശ, ധൈര്യവും നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി അതിന്റെ മരണഭീതി എന്നൊരു വിഷയത്തെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മരണഭീതി നമ്മളെല്ലാവരും ചുറ്റിയിരിക്കുകയാണ്. ഈ മരണഭീതിയെ പറ്റി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആയുസ് നമ്മുടെ കയ്യിലല്ല. അത് അറിയണമെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെ വചനം പറയുന്നത് നോക്കുക. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഇയ്യോബ് 12:10 ഇങ്ങനെ എഴുതുന്നു, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. അപ്പോ നമ്മുടെ സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസം അവന്റെ കൈകളിലാണ്. സകല ജീവജന്തുക്കളുടെ പ്രാണനും എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. നമ്മുടെ ശ്വാസം അവന്റെ കൈകളിലാണ്.
14 അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. 14 അധ്യായം യോബ് 14 5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അത് ഈ വചനത്തിൽ നിന്ന് യോബ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം ആയുസ് നൽകി അനുഭവിച്ചയച്ചിരിക്കുമ്പോൾ നമുക്കൊരു ആയുസ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവന്റെ മാസങ്ങൾ അവന്റെ കൈകളിലുണ്ടല്ലോ എന്ന് പറയാം. മാസങ്ങൾ നമ്മുടെ ആയുസിന്റെ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും നിമിഷങ്ങളും, എന്തിനേറെ നമ്മൾ നേരത്തെ വായിച്ച പോലെ നമ്മുടെ ശ്വാസത്തിന്റെ എണ്ണം പോലും ദൈവത്തിന്റെ കൈകളിലാണ്. അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അത് തികയുമ്പോൾ നമ്മൾ ഇവിടം വിട്ടു പോകേണ്ടവരാണ്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ മരണഭീതിയിൽ നമ്മൾ കഴിയേണ്ട കാര്യമില്ല. കാരണം മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവങ്കിൽ നമ്മളുടെ ആശ്രയം, പൂർണ്ണമായ ആശ്രയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. സർവ്വതും സൃഷ്ടിക്കുകയും സർവ്വതും നിയന്ത്രിക്കുകയും സർവ്വതും തന്റെ അധികാരം കീഴിൽ വെച്ചിരിക്കുകയും ചെയ്ത നമ്മുടെ ദൈവത്തിൽ നമ്മുടെ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. നമ്മുടെ സകല ചിന്താകുലവും സകല ഭാരങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ നമുക്ക് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങാം. അങ്ങനെയാവുമ്പോൾ സമാധാനത്തോടെ നമുക്ക് ഇന്ന് രാത്രി മാത്രമല്ല എല്ലാ രാത്രിയും കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും നിത്യമായി പരിപാലിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഒരു നല്ല ദൈവവചനം കേൾപ്പിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു. ഈ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ, പ്രയാസവേളകളിൽ ആശ്വസിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ദൈവമേ കർത്താവ് മാത്രമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചാൽ എല്ലാ പ്രതിസന്ധിയും മറികടക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും കർത്താവിന്റെ തിരുവചനത്താൽ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഇത് കേൾക്കപ്പെട്ട എല്ലാ ഹൃദയങ്ങളിലും അവിടുന്ന് പരിവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും ഞങ്ങളുടെ വിശ്വാസ ജീവിതവുമെല്ലാം ദൈവത്തിൽ അടിയുറച്ചതും ഭദ്രവുമായിരിക്കാൻ തുടർന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ അങ്ങയുടെ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നന്മയും ഞങ്ങൾ നേരുന്നു കർത്താവേ. അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളെ തുടർന്നും വഴി നടത്തിയാട്ടെ. ഞങ്ങൾ ഇനിയും കൂടി വരും വരെയും അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വലം ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഏവരോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സഭയുടെ ഭാഗത്തുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിൽ പാട്ടുകൾ പാടി നയിച്ച കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. സങ്കീർത്തനം വായിച്ചവരെ, അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നയിച്ച പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. വിശേഷാൽ നമുക്ക് ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ സഭാംഗമായ ഡോക്ടർ ഹാരി ഹെർബർട്ട് സാറാണ്. സാറിനോടുള്ള നന്ദിയും സ്നേഹവും തിരുവനന്തപുരത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹപ്രദമായിരുന്നു ഇന്നത്തെ പ്രാർത്ഥനയും ദൈവവചന ശുശ്രൂഷയും ഗാനങ്ങളും ഒക്കെ. തുടർന്നും ഇപ്രകാരം നമുക്ക് അനുഗ്രഹീതമായ നിലയിൽ ഓൺലൈൻ പ്രയറിൽ പങ്കുചേരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ ഓരോരുത്തർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഓരോ കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി ഈ പ്രാർത്ഥനയുടെ ഒരു അനുഭവം പങ്കുവെച്ചാൽ